ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ഗൗതം കൃഷ്ണ. ഞങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് കളിപ്പാട്ടങ്ങൾ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ഒന്ന് ഓർത്തു നോക്കൂ, ശൈശവത്തിൽ നമ്മുടെ ഒപ്പം ജീവിച്ച കളിപ്പാട്ടങ്ങളെ പറ്റി. പാവയും പീപ്പിയും കളിച്ചെണ്ടയും തുടങ്ങി നൂറുകണക്കിന് പ്രിയ കൂട്ടുകാർ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഞങ്ങളുടെ മാത്രമല്ല, ഒരു കളിപ്പാട്ടം കണ്ടാൽ മുതിർന്നവരുടെയും മനസ്സിൽ കൗതുകം ഉണരുക തന്നെ ചെയ്യും. സവിശേഷമായൊരു ജീവിത സാഹചര്യമാണ് ബാല്യം. ദ്രുതഗതിയിലുള്ള ബുദ്ധി വികാസവും ശാരീരിക വളർച്ചയും നടക്കുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഏറെ അടുത്തു നിൽക്കുന്ന കാര്യമെന്ന നിലയിൽ കളിപ്പാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മുതിർന്നവരുടെ ലോകത്തേക്ക് പിറന്നു വീഴുന്ന ഓരോ കുട്ടിയെ ഈ ലോകത്തോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നത് കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടത്തിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ കൂടപ്പിറപ്പിനെയും കൂട്ടുകാരനെയുമാണ്. സർഗാത്മകവും ചടുലവും പരിസരബന്ധിതവും ജീവിത ബന്ധമുള്ളതുമായ കളിപ്പാട്ടങ്ങളാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടം. ചലിക്കുന്ന, ശബ്ദിക്കുന്ന, വെളിച്ചം വിതറുന്ന, നൃത്തം ചെയ്യുന്ന കളിപ്പാട്ടങ്ങളെല്ലാം നമ്മെ ഏറെ രസിപ്പിക്കുന്നവയാണ്. കായികം, വൈജ്ഞാനികം, ഭാഷ, വൈകാരികം, ആസ്വാദനം സകളിൽ ഉണ്ടാകുന്ന ഗുണകരമായ മാറ്റങ്ങളാണ് കുട്ടികളുടെ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയും നിരീക്ഷണ പരീക്ഷണ പ്രക്രിയകളിൽ വ്യാപൃതരാവുകയും ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ അറിവും കഴിവും മനോഭാവവും രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ പ്രായം, പ്രകൃതം എന്നിവ കണക്കിലെടുത്തും ജീവിത ചുറ്റുപാടുകൾ പരിഗണിച്ചുമായിരിക്കണം. കുട്ടികളുടെ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം തന്നെ. കളിപ്പാട്ടങ്ങൾക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നൽകുന്ന കളിപ്പാട്ടങ്ങളിൽ രക്ഷിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളുടെ മാതൃകകളോ മറ്റു കുട്ടികളിൽ അക്രമ മനോഭാവം വളർത്തുകയോ ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത്. ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതും പരിസ്ഥിതിയോടും ജീവികളോടുമെല്ലാം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന തരം കളിപ്പാട്ടങ്ങൾ കുട്ടിയെ ഉത്തമ മനോഗുണങ്ങളോടും കൂടിയവനാക്കി മാറ്റുന്നു. കളിപ്പാട്ടങ്ങളെ ആൺകുട്ടികൾക്കുള്ളവ, പെൺകുട്ടികൾക്കുള്ളവ എന്നിങ്ങനെ തരംതിരിക്കേണ്ടതില്ല. എല്ലാ തര വിവേചനങ്ങളെയും ഇല്ലാതാക്കുകയും എല്ലാവരും സമന്മാരാണ് എന്ന ജനാധിപത്യം ചിന്ത വളർത്തുന്നതുമാണ് ഒരു നല്ല കളിപ്പാട്ടം. കുട്ടികളുടെ ബുദ്ധിപരമായ മേഖലകളെ പലതരമായി തരംതിരിച്ചിട്ടുണ്ട്. ഭാഷാപരമായ ബുദ്ധി, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, സംഗീതപരവും താളാത്മകവുമായ ബുദ്ധി, വൈജ്ഞാനികപരമായ ബുദ്ധി, ആന്തരിക വൈകാന്തിക ബുദ്ധി എന്നിവയാണ് അവ. ഇവയെല്ലാം പരിഗണിക്കുന്നതാണ് ഒരു നല്ല കളിപ്പാട്ടം. കളിപ്പാട്ടങ്ങളിലൂടെയാണ് വസ്തുക്കളുടെ വലിപ്പം, ചെറുപ്പം, ആകൃതി, നിറം, എണ്ണം, ചലനം, ശബ്ദം എന്നിവയെക്കുറിച്ചെല്ലാം കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളെ ശരിയായ വിധത്തിൽ വികസിപ്പിക്കുന്നതാണ് ഒരു നല്ല കളിപ്പാട്ടം. ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യപ്പെടുന്ന കളിപ്പാട്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണമായി 3 വയസ്സുള്ള കുട്ടി കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ചലിക്കാനും ആഗ്രഹിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓടുക, ചാടുക തുടങ്ങിയ സ്ഥലപേശി ചലനപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആനന്ദം കണ്ടെത്തുന്നു. 4 വയസ്സെത്തുമ്പോൾ വരയ്ക്കാനും കത്രിക ഉപയോഗിച്ച് വെട്ടാനും മുറിക്കാനും വസ്തുക്കളെ നിരീക്ഷിക്കാനും അവയുടെ നിറം, ആകൃതി, വലുപ്പം എന്നിവ ശ്രദ്ധിക്കാനും കുട്ടികൾക്ക് കഴിയും. ഈ മാനസിക തലം തിരിച്ചറിഞ്ഞുള്ളതായിരിക്കണം ഈ പ്രായത്തിൽ നൽകേണ്ട കളിപ്പാട്ടങ്ങൾ. ചെറിയ കുട്ടികൾ
എല്ലാം വായിലേക്ക് കൊണ്ടുപോകാനും വിഴുങ്ങാനും സാധ്യതയുള്ളതിനാൽ ചെറുതായതോ ഊരിപ്പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളുള്ളതോ ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചവയോ ആയ കളിപ്പാട്ടങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വയം വികസിക്കാനും സമൂഹത്തിൽ സവിശേഷമായ രീതിയിൽ പ്രവർത്തിക്കാനും ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. സാമ്പത്തിക സ്ഥിതി, കുടുംബ പശ്ചാത്തലം, സാംസ്കാരിക ചുറ്റുപാട് എന്നിവയിലുള്ള അന്തരം ഒരു കുട്ടിയുടെയും വളർച്ചയ്ക്ക് വികാസത്തിനും തടസ്സമാവരുത്. നിശ്ചിത പ്രായപരിമിതിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം കളിപ്പാട്ടങ്ങളുടെ വില പോലും. ഒരു കുട്ടി പോലും നിരാശപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിക്കൂടാ. ആധുനിക കാലത്ത് മൊബൈലും ടാബും കമ്പ്യൂട്ടറുമെല്ലാം ശൈശവത്തിൽ തന്നെ കുട്ടികൾക്ക് കളിപ്പാട്ടമായി ലഭിക്കാറുണ്ട്. കുട്ടികളും ഇവ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കുട്ടിയുടെ മാനസിക വളർച്ചയെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പല മൊബൈൽ ഗെയിമുകളും അടിമത്തം ഉണ്ടാക്കുന്നവയാണ്. അതിനാൽ മുതിർന്നവർ മൊബൈലും വീഡിയോ ഗെയിമും നൽകി അവരെ സന്തോഷിപ്പിക്കുന്ന രീതി ഒഴിവാക്കണം. ചിന്തിക്കാനും വളരാനും പ്രേരിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ നൽകുക. ഇങ്ങനെ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളോടൊപ്പം കളിക്കുകയും വളരുകയും ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. വടിയെടുക്കാതെയും കണ്ണുരുട്ടാതെയും പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് പുസ്തകങ്ങൾ എന്ന് മഹാത്മാഗാന്ധി പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളെ കുറിച്ചും സത്യമാണ്. ശൈശവത്തിന്റെയും ബാല്യത്തിന്റെയും ഗുരുക്കന്മാരാണ് കളിപ്പാട്ടങ്ങൾ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. സ്നേഹവും നന്മയും സാഹോദര്യവും വളർത്തുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഞങ്ങൾക്കിഷ്ടം. ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഞങ്ങൾക്കിഷ്ടം. എല്ലാവർക്കും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.